ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മാസ്റ്റർ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് കേട്ടറ്റ് കാറ്റഗറി 4ൻ്റെ 2019 നവംബർ മാസത്തിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഒന്നാമത്തെ പേപ്പറായിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം, ബഹിർമുഖരുടെ സവിശേഷതയാണ് ദ്രുതകോപം, നിശബ്ദത, അസഹിഷ്ണുത, പ്രവർത്തനനിരത. ഏതാണ് ഇതിൽ ആൻസറായിട്ട് വരുന്നത്? ബഹിർമുഖരുടെ സവിശേഷത എഴുതി വരുന്നത് അതാണ്, പ്രവർത്തനനിരതയാണല്ലേ. അതാണ് ആൻസറായിട്ട് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വേഗത്തിലും എളുപ്പത്തിലും പഠിക്കുവാൻ കുട്ടിക്ക് നൽകേണ്ടുന്ന അഭിപ്രേരണ ഏതാണ്? ആന്തരികം, ബാഹ്യം, രണ്ട് രീതിയിലും മേൽപ്പറഞ്ഞവ ഒന്നുമല്ല. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? വേഗത്തിലും എളുപ്പത്തിലും കുട്ടിക്ക് പഠിക്കുവാൻ നൽകേണ്ടുന്ന അഭിപ്രേരണയാണ്. രണ്ട് രീതിയിലല്ലേ, ആന്തരികവും വേണം ബാഹ്യവും വേണം. ഈ രണ്ട് രീതിയിലും ഉണ്ടെങ്കിൽ അതാണ് ആൻസറായിട്ട് വരുന്നത്, രണ്ട് രീതിയിലും. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ത്വരിതപ്പെടുത്തൽ എന്നത് താഴെ പറയുന്ന ഏത് വിഭാഗത്തിന് വേണ്ടിയുള്ളതാണ്? ഏത് വിഭാഗത്തിന് വേണ്ടിയിട്ടാണ്? പിന്നോക്കക്കാർ, മന്ദപഠിതാക്കൾ, അംഗവൈകല്യമുള്ളവർ, പ്രതിഭാശാലികൾ. ആർക്കാണ്? പ്രതിഭാശാലികൾക്കാണല്ലേ. ത്വരിതപ്പെടുത്തൽ എന്നുള്ളത് പ്രതിഭാശാലികളാണ് ആൻസറായിട്ട് വരുന്നത്. നാലാമത്തത്, സെഫാലോ കോഡൽ പ്രവണത എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? ശിരസിൽ നിന്ന് പാദത്തിലേക്ക്, പാദത്തിൽ നിന്ന് ശിരസിലേക്ക്, മധ്യത്തിൽ നിന്നും വശങ്ങളിലേക്ക്, വശങ്ങളിൽ നിന്നും മധ്യത്തിലേക്ക്. ഏതാണ് ആൻസർ? ശിരസിൽ നിന്ന് പാദത്തിലേക്ക് കേട്ടോ. ഒന്നാമത്തേതാണ് ആൻസറായിട്ട് വരുന്നത്, സെഫാലോ കോഡൽ പ്രവണത, ശിരസിൽ നിന്ന് പാദത്തിലേക്ക്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാ പഠന രീതിയുടെ ക്രമം ഏതാണ്? ശ്രവണം, ഭാഷണം, വായന, രചന. ഭാഷണം, വായന, ശ്രവണം, രചന. രചന, ശ്രവണം, വായന, ഭാഷണം. വായന, ഭാഷണം, രചന, ശ്രവണം. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? ഒന്നാമത്തെയാണ് കേട്ടോ. ശ്രവണം, ഭാഷണം, വായന, രചന. ആദ്യം കേൾക്കുക, പിന്നെ അത് പറയുക, വായിക്കുക, പിന്നെ അത് എഴുതുക. ഇതാണ് ഓർഡറായിട്ട് വരുന്നത്. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ, ബഹുമുഖ ബുദ്ധിയുടെ ഉപജ്ഞാതാവ് ആരാണ്? എബ്രഹാം മാസ്ലോ, ഇ എൽ തൊണ്ടയ്ക്ക്, ഹൊവാർഡ് ഗാർഡനർ, ഡാനിയൽ ഗോൾമാൻ. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? ഹൊവാർഡ് ഗാർഡനർ. അതാണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ബഹുമുഖ ബുദ്ധിയുടെ ഉപജ്ഞാതാവ് ഹൊവാർഡ് ഗാർഡനർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പഠനം എന്നത് വ്യക്തിയുടെ വ്യവഹാരത്തിലെ എപ്രകാരമുള്ള പരിവർത്തനമാണ്? പഠനം എന്നത് വ്യക്തിയുടെ വ്യവഹാരത്തിലെ എപ്രകാരമുള്ള പരിവർത്തനമാണ്? ആപേക്ഷികമായ സ്ഥിരത, ആപേക്ഷികമായ താൽക്കാലികത, പരിപൂർണമായ സ്ഥിരത, പരിപൂർണമായ താൽക്കാലികത. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? ആപേക്ഷികമായ സ്ഥിരത. ഇതാണ് ഒന്നാമത്താണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. എട്ടാമത്തെ ചോദ്യം, ഒരു വിദ്യാർത്ഥി തൻ്റെ ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കണമോ അതോ സ്കൂൾ കലോത്സവത്തിന് പങ്കെടുക്കണമോ എന്ന ആശയം കുഴപ്പത്തിലകപ്പെടുന്നു. ഈ മാനസികാവസ്ഥയാണ് സമീപന സംഘർഷം, വർജന സംഘർഷം, വർജന സംഘർഷം. ഇവയൊന്നുമല്ല അല്ലേ. ഒരു വിദ്യാർത്ഥി തൻ്റെ ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കണമോ അതോ സ്കൂൾ കലോത്സവത്തിന് പങ്കെടുക്കണമോ? രണ്ടിലും പങ്കെടുക്കണോ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒന്നാമത്തെ സമീപന സംഘർഷം. അടുത്തത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യമായി ബുദ്ധിമാപന ശോധകം വികസിപ്പിച്ചെടുത്തത് ആരാണ്? ആൽഫ്രഡ് ബിനെ, ഹെർമൻ, മെറിൽ, വെസ്ലർ. ആരാണ് ആൻസറായിട്ട് വരുന്നത്? ആൽഫ്രഡ് ബിനെയാണല്ലേ. ആദ്യമായി ബുദ്ധിമാപന ശോധകം വികസിപ്പിച്ചെടുത്ത് ആൽഫ്രഡ് ബിനെയാണ്. പത്താമത്തെ ചോദ്യം, ഫലനിയമത്തിൻ്റെ വക്താവ് ആരാണ്? ഫ്രോയിഡ്, തൊണ്ടയ്ക്ക്, തേസ്റ്റൻ, ഹള്ള്. ആരാണ് ആൻസറായിട്ട് വരുന്നത്? തൊണ്ടയ്ക്കാണല്ലേ. ഫലനിയമത്തിൻ്റെ വക്താവ് എന്ന് പറയുന്നത് തൊണ്ടയ്ക്കാണ്. അടുത്തത് 11ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ആരാണ് വ്യക്തിത്വ സവിശേഷത സിദ്ധാന്തത്തിൻ്റെ വക്താവ്? ആരാണ് വ്യക്തിത്വ സവിശേഷ സിദ്ധാന്തത്തിൻ്റെ വക്താവ്?
ആൽപോർട്ട്, കാൾ യുങ്, കാറ്റൽ, ഐസ. ആരാണ് ആൻസറായിട്ട് വരുന്നത്? കാൾ യുങ് ആണ് കേട്ടോ. വ്യക്തിത്വ സവിശേഷത സിദ്ധാന്തത്തിൻ്റെ വക്താവ് കാൾ യുങ്. 12ാമത്തെ ചോദ്യം, കാലിക വയസ്സിനേക്കാൾ കുറഞ്ഞ മാനസിക വയസ്സ് കാണിക്കുന്ന കുട്ടികളെ വിളിക്കാവുന്നത്? മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, പ്രതിഭാശാലികൾ, ദക്ഷിണാശാലികൾ, ശരാശരിക്കാർ. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, അവരാണ് കാലിക വയസ്സിനേക്കാൾ കുറഞ്ഞ മാനസിക വയസ്സ് കാണിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത്. 13ാമത്തെ ചോദ്യം, സ്റ്റാർസ്, ക്ലിക്സ്, ഐസോലേറ്റ്സ് തുടങ്ങിയ ഗ്രൂപ്പ് ബന്ധങ്ങളെ തിരിച്ചറിയുന്നതിന് താഴെ പറയുന്നവയിൽ ഏത് മാർഗം അവലംബിക്കാവുന്നതാണ്? ഇൻവെൻ്ററി, ചെക്ക് ലിസ്റ്റ്, അഭിപ്രായ സർവേ, സാമൂഹ്യ നീതി. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? സാമൂഹ്യ നീതിയാണല്ലേ. സ്റ്റാർസ്, ക്ലിക്ക്, ഐസോലേറ്റ്സ് തുടങ്ങിയ ഗ്രൂപ്പ് ബന്ധങ്ങളെ തിരിച്ചറിയുന്നതിന് അവലംബിക്കാവുന്ന ഒരു മാർഗമാണ് ഇത് സാമൂഹ്യ നീതി എന്ന് പറയുന്നത്. അടുത്തത് 14ാമത്തെ ചോദ്യം, പ്രക്രിയാബോധനത്തിൻ്റെ അടിസ്ഥാനപരമായ മനഃശാസ്ത്ര തത്വം? വറുത്തുള്ള സമീപനം, പ്രത്യക്ഷണം, പ്രബലനം, ശ്രമപരാജയ സിദ്ധാന്തം. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? പ്രബലനമാണല്ലേ. പ്രബലനമാണ് പ്രക്രിയാബോധനത്തിൻ്റെ അടിസ്ഥാനപരമായ മനഃശാസ്ത്ര തത്വം എന്ന് പറയുന്നത്. 15ാമത്തെ ചോദ്യം, ഫ്രോയിഡിൻ്റെ മനോലൈംഗിക വികസന സിദ്ധാന്തത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ലിംഗഘട്ടം, പൃഷ്ഠഘട്ടം, ബിംബഘട്ടം, വദനഘട്ടം. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? ബിംബഘട്ടമാണല്ലേ. ഫ്രോയിഡിൻ്റെ മനോലൈംഗിക വികസന സിദ്ധാന്തത്തിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ബിംബഘട്ടമാണ്. ബാക്കിയുള്ള മൂന്നും അതിൽ പെടുന്ന കാര്യങ്ങളാണ്. 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പഠനത്തെ സ്വാധീനിക്കുന്നവയിൽ ഏറ്റവും അപ്രധാനമായത് ഏതാണ്? പഠിതാവിനെ സംബന്ധിക്കുന്ന ഘടകങ്ങൾ, അത് പഠനത്തെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. പഠനാനുഭവങ്ങൾ, അതും സ്വാധീനിക്കുന്നുണ്ട്. പഠന സാഹചര്യങ്ങൾ, അതും സ്വാധീനിക്കുന്നുണ്ട്. അവസാനത്തെ സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ അല്ലേ, അത് അതിൽ ഉൾപ്പെടാത്തതാണ്, പ്രധാനമായതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 17ാമത്തത്, പഠനശ്രേണി പ്രക്രിയ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഠനശ്രേണി പ്രക്രിയ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എബ്രഹാം മാസ്ലോ, റോബർട്ട് എം ഗാഗ്നെ, ഇവാൻ പാവ്ലോവ്, ജെറോം എസ് ബ്രൂണർ. ആരാണ് ആൻസറായിട്ട് വരുന്നത്? റോബർട്ട് എം ഗാഗ്നെ അല്ലേ, അതാണ് ആൻസറായിട്ട് വരുന്നത്. 18ാമത്തെ ചോദ്യം, ഒരു പഠന പ്രവർത്തനം മറ്റൊരു പഠന പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെങ്കിൽ അത് അതിസംക്രമണം, ന്യൂനസംക്രമണം, ശൂന്യസംക്രമണം, സമാന്തര സംക്രമണം. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? ഒരു പഠന പ്രവർത്തനം മറ്റൊരു പഠന പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുക, ന്യൂന സംക്രമണം അല്ലേ. 19ാമത്തെ ചോദ്യം, പിയാഷെയുടെ സിദ്ധാന്തമനുസരിച്ച് വസ്തുസ്ഥിരത പ്രകടമാകുന്ന ഘട്ടം ഏതാണ്? പ്രാഗ് മനോവ്യാപാര ഘട്ടം, സമൂർത്ത ചിന്തന ഘട്ടം, അമൂർത്ത ചിന്തന ഘട്ടം, ഇന്ദ്രിയ ചാലകഘട്ടം. ഏതാണ്? ഇന്ദ്രിയ ചാലകഘട്ടമാണ് പിയാഷെയുടെ സിദ്ധാന്തമനുസരിച്ച് വസ്തുസ്ഥിരത പ്രകടമാകുന്ന ഘട്ടം എന്ന് പറയുന്നത്. 20ാമത്തെ ചോദ്യം, ബാലകുറ്റവാളികളെ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അധ്യാപികക്ക് അവലംബിക്കാവുന്നത് ഏത്? വില കുറഞ്ഞ തമാശകൾ പറഞ്ഞ് പരിഹസിക്കുക, മാർഗനിർദ്ദേശം നൽകി കഴിവുകളെ ക്രിയാത്മകമായി വഴിതിരിച്ചു വിടുക, സ്കൂൾ അധികൃതരോട് പരാതിപ്പെടുക, രക്ഷിതാക്കളെ വിവരം അറിയിക്കുക. ഏതാണ് ആൻസർ? ഒന്നാമത്തത് ആണോ? വില കുറഞ്ഞ തമാശകൾ പറഞ്ഞ് പരിഹസിക്കുക അല്ലേ, അതല്ല. രണ്ടാമത്തത് മാർഗനിർദ്ദേശം നൽകി കഴിവുകളെ ക്രിയാത്മകമായി വഴിതിരിച്ചു വിടുക, സ്കൂൾ അധികൃതരോട് പരാതിപ്പെടുക, അതെന്തായാലും അല്ല. രക്ഷിതാക്കളെ വിവരം അറിയിക്കുക, അതുമല്ല. അപ്പോൾ രണ്ടാമത്തേതായിട്ടാണ് ആൻസർ വരുന്നത് കേട്ടോ. മാർഗനിർദ്ദേശം നൽകി കഴിവുകളെ ക്രിയാത്മകമായി വഴിതിരിച്ചു വിടുക. 21ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ തന്ത്രം അല്ലാത്തത് ഏതാണ്? പ്രക്ഷേപണ തന്ത്രം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. റോഷാക്കിൻ്റെ ഇങ്ക് ബ്ലോക്ക് ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വാക്യപൂരണ ശോധകം, കുഡർ പെർഫോമൻസ് ടെസ്റ്റ്. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? ഓപ്ഷൻ 4, കുഡർ പെർഫോം ടെസ്റ്റാണ്. അടുത്തത് 22ാമത് ചോദ്യം, മോഹഭംഗം അതിജീവിക്കുവാൻ വേണ്ടി വ്യക്തി ബോധപൂർവമല്ലാതെ സ്വീകരിക്കുന്ന മനഃശാസ്ത്ര തന്ത്രമാണ് മാനസിക സംഘർഷം, പ്രതിരോധ തന്ത്രം, അപസഹയോജനം, സംഘർഷ സന്തുലനം. ഏതാണ് ആൻസറായിട്ട് വരുന്നത്?
പ്രതിരോധ തന്ത്രം അല്ലേ. മോഹഭംഗം അതിജീവിക്കുവാൻ വേണ്ടി വ്യക്തി ബോധപൂർവമല്ലാതെ സ്വീകരിക്കുന്ന മനഃശാസ്ത്ര തന്ത്രം അല്ലേ, പ്രതിരോധ തന്ത്രം. അടുത്തത് 23ാമത്തെ ചോദ്യം. ഭൗതിക വികാസഘട്ടങ്ങൾ രൂപപ്പെടുത്തിയത് ആരാണ്? ഭൗതിക വികാസഘട്ടങ്ങൾ. ജീൻ പിയാഷെ, ആൽഫ്രഡ് ആഡ്ലർ, ഗോൾഡൻ ആൽപോർട്ട്, സിഗ്മണ്ട് ഫ്രോയിഡ്. ആരാണ്? ജീൻ പിയാഷെ ആണ് അല്ലേ. ഭൗതിക വികാസഘട്ടങ്ങൾ രൂപപ്പെടുത്തിയത് ജീൻ പിയാഷെ. അടുത്ത 24ാമത്തെ ചോദ്യം. വികസിത വൃത്തി എന്നതിൻ്റെ പ്രചാരകൻ ആരാണ്? എർലക്, ഗസ്ലെ, ഹാവിംഗ് ഹെസ്റ്റ്, ഗാഗ്നെ. ആരാണ്? ഹാവിംഗ് ഹെസ്റ്റ് ആണ് വികസിത വൃത്തി എന്നതിൻ്റെ പ്രചാരകൻ. 25ാമത്തെ ചോദ്യം. ഗിൽഫോർഡിൻ്റെ ഭൗതിക മാതൃകയിലെ 3 തലങ്ങൾ ഏതെല്ലാം? ഗിൽഫോർഡിൻ്റെ ഭൗതിക മാതൃകയിലെ 3 തലങ്ങൾ ഏതെല്ലാം? ഓപ്പറേഷൻ, കണ്ടന്റ്, പ്രൊഡക്റ്റ്. ട്രാൻസ്ഫോർമേഷൻ, ഓപ്പറേഷൻ, പ്രൊഡക്റ്റ്. ഓപ്പറേഷൻ, കണ്ടന്റ്, ഇവാലുവേഷൻ. ഓപ്പറേഷൻ, പ്രൊഡക്റ്റ്, ഇംപ്ലിക്കേഷൻ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്പറേഷൻ, കണ്ടന്റ്, പ്രൊഡക്റ്റ്. ഒന്നാമത്തെ കേട്ടോ. 26ാമത്തെ ചോദ്യം. സ്പിയർമാൻ്റെ ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ 2 ഘടകങ്ങൾ ഏവ? ജി ഘടകവും എസ് ഘടകവും. ജി ഘടകവും ടി ഘടകവും. എം ഘടകവും എൻ ഘടകവും. എസ് ഘടകവും എം ഘടകവും. ഏതാണ് വരുന്നത്? ജി ഘടകവും എസ് ഘടകവും അല്ലേ. 27. കുട്ടികളിൽ കാണപ്പെടുന്ന യോജന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മികച്ച മാർഗമാണ് വഴക്ക് പറയുക, ഭീഷണിപ്പെടുത്തുക, അച്ചടക്ക നടപടികൾ അടിച്ചേൽപ്പിക്കുക, മൂലകാരണം വിശകലനം ചെയ്ത് പ്രശ്നപരിഹാരം നിർദ്ദേശിക്കുക. വായിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആൻസറിൽ എത്താൻ കഴിയും. ഏതാണല്ലേ? 4ാമത്തെ ആണ്. മൂലകാരണം വിശകലനം ചെയ്ത് പ്രശ്ന പരിഹാരം നിർദ്ദേശിക്കുക. 28ാമത്തെ ചോദ്യം. പഠനവക്രത്തിൽ പഠന പുരോഗതിയില്ലാതെ കാണപ്പെടുന്ന ഘട്ടമാണ് മാറ്റപ്പെടൽ, ത്വരിതപ്പെടുത്തൽ, പഠന പീഠസ്ഥലി, ആരംഭഘട്ടം. ഏതാണ്? പഠനവക്രത്തിൽ പഠന പുരോഗതി ഇല്ലാതെ കാണപ്പെടുന്ന ഘട്ടം. മാറ്റപ്പെടൽ, ത്വരിതപ്പെടുത്തൽ, പഠന പീഠസ്ഥലി, ആരംഭഘട്ടം. പഠന പീഠസ്ഥലിയാണല്ലേ ആൻസർ. അടുത്തത് 29ാമത്തെ ചോദ്യം. സ്ഥിരമായി താമസിച്ചു വരുന്ന കുട്ടി ന്യായീകരിക്കത്തക്ക വിധം കാരണങ്ങൾ നിരത്തുന്നു. ഇവിടെ പ്രകടമാകുന്ന സഹയോജന തന്ത്രം ഏതാണ്? സ്ഥിരമായിട്ട് താമസിച്ചു വരുന്നൊരു കുട്ടി ന്യായീകരിക്കത്തക്ക വിധം എന്ത് ചെയ്യുന്നു? കാരണങ്ങൾ നിരത്തുന്നു. ഇവിടെ ആ കുട്ടിയിൽ പ്രകടമാകുന്ന സഹയോജന തന്ത്രം ഏതാണ്? ദമനം, ആക്രമണോത്സുകത, പ്രക്ഷേപണം, യുക്തീകരണം. ഏതാ വരുന്നത് ആൻസർ? യുക്തീകരണമാണല്ലേ. അടുത്തത് 30ാമത്തെ ചോദ്യം. ജീവിത കാലയളവിലെ മാനുഷിക വ്യവഹാര മാറ്റങ്ങളെ പറ്റിയുള്ള മനഃശാസ്ത്രത്തിലെ പഠനശാഖയാണ് വ്യതിരിക്ത മനഃശാസ്ത്രം, വികസന മനഃശാസ്ത്രം, ചികിത്സാ മനഃശാസ്ത്രം, വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ഏതാണ് ആൻസർ? വികസന മനഃശാസ്ത്രം അല്ലേ. ആൻസറായിട്ട് വരുന്നത് വികസന മനഃശാസ്ത്രമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അടുത്ത കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള മറ്റാരെങ്കിലുമോ കാറ്റഗറി 4 നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് അവർ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ, താങ്ക് യു, ബൈ.